മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ രണ്ടാം ദിവസം നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ പ്രാർത്ഥനാ നിറവിൽ നമുക്ക് വചനം സ്വീകരിക്കാം. എല്ലാവരും മറ്റു ജോലികളൊക്കെ ഒന്ന് ഒതുക്കി പ്രാർത്ഥനാ മുറിയിലേക്ക് വന്ന് പ്രാർത്ഥനാപൂർവമായിരിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിക്കുക. നമുക്ക് തിരുമുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കും. നല്ലവനും സ്നേഹനിധിയുമായ പൊന്നുതമ്പുരാനെ, പരിശുദ്ധ അമ്മയുടെ തിരുനാളിനോടനുബന്ധിച്ച് ഞങ്ങൾ നടത്തുന്ന ഈ ധ്യാനത്തെ അനുഗ്രഹിച്ച് ആശീർവദിക്കണം. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാനാവുകയില്ലല്ലോ. കർത്താവേ, അങ്ങ് തന്നെ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കൂടെ ആയിരുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൽ സജീവമായി ഉണ്ടാവണമേ. പരിശുദ്ധ അമ്മയോടൊപ്പം ഈ പരിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ, നിരന്തരാർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ തിരക്കുകളും ചിന്താക്കുഴപ്പങ്ങളും എല്ലാം മാറ്റി അങ്ങിലേക്ക് മാത്രം ശ്രദ്ധ തിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൂടെയായിരുന്നു ഞങ്ങളെ നയിച്ചു കൊള്ളണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനോടുള്ള ഈ ഗാനം നമുക്ക് ഒരുമിച്ച് ആലപിച്ച് ആത്മാവിൻ്റെ നിറവിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മയോട് നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. ഞങ്ങളുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത്
തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായി. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്നലെ പരിശുദ്ധ അമ്മയുടെ ആ പരിശുദ്ധമായ ജീവിതത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ധ്യാനിക്കുകയാണ്. നമ്മുടെ കുറവുകളെല്ലാം തമ്പുരാനോട് ഏറ്റുപറഞ്ഞു പരിശുദ്ധിയിലായിരിക്കുന്ന നമ്മളോട് ഇന്ന് അച്ഛൻ പറയാൻ ആഗ്രഹിക്കുന്നത് അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം. അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം വാസ്തവത്തിൽ അമ്മയുടെ പരിശുദ്ധിയുടെ പ്രകാശനമായിരുന്നു. പ്രേയിങ് ഈസ് ലവിങ് എന്ന് പറയാറുണ്ട്. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക എന്നാണ്. വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്നേഹബന്ധത്തിന്റെ പ്രകാശനമാണ്. കൂട്ടായ പ്രാർത്ഥന കൂട്ടായ പ്രകാശനമാണ്. വ്യക്തിപരമായ പ്രാർത്ഥന വ്യക്തിപരമായ പ്രകാശനമാണ്. ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ വ്യക്തിപരമായ പ്രകാശനമാണ് വ്യക്തിപരമായ പ്രാർത്ഥന. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന ഒരു ബന്ധമാണ്, സ്നേഹബന്ധമാണ്. പക്ഷേ ഈ പ്രാർത്ഥനയും ബന്ധവും തമ്മിൽ വലിയ ബന്ധമൊന്നും ഇല്ലാത്ത രീതിയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പറയാൻ പടങ്ങരുത്. ശബരിമല അയ്യപ്പന്റെ സന്നിധിയിൽ ഒരമ്മാമ്മ പ്രാർത്ഥിക്കാനുണ്ട്. തീക്ഷ്ണമായ പ്രാർത്ഥനയാണ്. അപ്പൊ അവിടെ എല്ലാം നയിക്കുന്ന ശാന്തിക്കാരൻ വന്ന് പറഞ്ഞു, അമ്മേ കേരള ഗവർണർ വരുന്നു, ഇച്ചിരി അങ്ങോട്ട് മാറിയിരുന്ന് പ്രാർത്ഥിച്ചു, ഈ വഴി ക്ലിയർ ആക്കണമെന്ന്. ആ അമ്മാമ്മയ്ക്ക് അരിശം വന്നില്ലേ? ആ അമ്മാമ്മ പറഞ്ഞ് പോടാതിന്റെ ചെല്ലത്തെ കൊണ്ട്, വെങ്കടാചലമായിരുന്നു കൊണ്ട് ആ ചെല്ലത്തെ കൊണ്ട് എനിക്കിവിടെ പ്രാർത്ഥന, എൻ്റെ അയ്യപ്പനോട് ഞാൻ ഭർത്താവിനോട് പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര സുഹൃദേവം മനസ്സിലായി ഒരു. ഈ അമ്മാമ്മ പ്രാർത്ഥിക്കുകയാണെങ്കിലും മനുഷ്യബന്ധങ്ങളിൽ വളരെ പുറകോട്ടാണ്. ചിലരുടെ പ്രാർത്ഥന അങ്ങനെയാണ്. പ്രാർത്ഥന വളരെ മുമ്പിലാണ്, പക്ഷെ മനുഷ്യനെ കണ്ടെടുത്ത് കാണാൻ പറ്റും. എല്ലാവരോടും വഴക്കാം. അത് പ്രാർത്ഥന ശരിയാവുന്നില്ലെന്ന് തെളിവാണ്. പ്രാർത്ഥന ശരിക്കും സ്നേഹബന്ധം തന്നെയാണ്. ദൈവത്തോടും സഹോദരങ്ങളുള്ള ബന്ധമാണ് പ്രാർത്ഥന എന്ന് മനസ്സിലാക്കണം. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധ അമ്മയോട് മാലാഖ പറഞ്ഞ വാക്കുകൾ നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പൊ ദൈവശക്തി ആവസിക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരമായ ദൈവ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പഴയ നിയമത്തില് സമാഗമ കൂടാരത്തിലാണ് ദൈവസാന്നിധ്യം. അതുപോലെ പുതിയ നിയമത്തിലെ സമാഗമ കൂടാരമായിട്ട് അമ്മയെ തിരഞ്ഞെടുക്കുന്നു. അമ്മയുടെ മക്കളായ നമ്മളും ആ ദൈവസാന്നിധ്യം എപ്പോഴും ഉള്ള വ്യക്തികളായിട്ട് ജീവിക്കണം. പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ മാത്രമല്ല കേട്ടോ, കുർബാന അർപ്പിക്കുന്ന നിമിഷങ്ങൾ മാത്രമല്ല. നമ്മൾ ഈശോ വസിക്കുകയാണ്. നമ്മൾ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ പറയും അതൊരു ദിവികാരുണ്യ പ്രദക്ഷിണമാണ്. ഈശോയാണ് നമ്മുടെ ഉള്ളിൽ. നമ്മൾ ആ ഈശോയെ വഹിച്ചുകൊണ്ടാണ് പോവുക. അതുകൊണ്ട് ആ സാന്നിധ്യ അവബോധം എപ്പോഴും ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്നതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ നമ്മൾ ദൈവസാന്നിധ്യമുണ്ട്, അതുപോലെ നമ്മുടെ സഹോദരങ്ങളും ദൈവസാന്നിധ്യമുണ്ട്. സെയിന്റ് ജോൺ ഓഫ് ഗോഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദൈവത്തിന്റെ വിശുദ്ധ യോഹന്നാൻ വിശുദ്ധനാണ്. ഇദ്ദേഹം സ്പെയിനിൽ ധാരാളം ആതുരാലയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ തെരുവിൽ കിടക്കുന്ന രോഗികളെ എല്ലാം കൂടെ പുള്ളി വീട്ടിൽ കൊണ്ട് കിടക്കും. പുള്ളിയുടെ ആശ്രമത്തിൽ വിശുദ്ധൻ കിടത്തും. എന്നിട്ട് ഈ ആശ്രമത്തിലുള്ളവരുടെ ആദ്യത്തെ ജോലി, രാവിലെ എഴുന്നേറ്റ ഉടനെ ചെയ്യുന്ന ജോലി, എല്ലാവരും എഴുന്നേറ്റ ഉടനെ ചെയ്യേണ്ടത് ആദ്യം വന്ന് ഇവരുടെ ഈ കിടക്കുന്ന രോഗികളുടെ കാലിൽ ചുംബിക്കണം. വെറുതെ അല്ല, ആ കിടക്കയുടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്,
ദിവ്യകാരുണ്യം നമ്പർ 1, യൂക്കറിസ്റ്റ് നമ്പർ 1, യൂക്കറിസ്റ്റ് നമ്പർ 2, യൂക്കറിസ്റ്റ് നമ്പർ 3, ഇങ്ങനെ വെച്ച് ചെയ്യാം. അപ്പോൾ ഈ ദിവ്യകാരുണ്യമായിട്ട് ഈ വ്യക്തികളെ കാണണമെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ കണ്ട് അവരുടെ കാലിൽ ചുംബിച്ചു വേണം ദിവസം തുടങ്ങാനെന്ന് നിർബന്ധം പിടിച്ചു. അതുകൊണ്ടാണ് വെറും ജോൺ ഓഫ് ഗോഡായി മാറിയത്. നമ്മൾ വെറും ലൂയിസും വെറും തോമസും വെറും കുട്ടപ്പനും വെറും മത്തായി ആകാൻ പാടില്ല. ദൈവത്തിൻ്റെ മക്കളായി കാരണമെങ്കിൽ നമ്മുടെ സഹോദരങ്ങളിൽ ദൈവത്തെ കാണണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് ഇന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. നമ്മൾ ഈ പ്രാർത്ഥനയുടെ മനുഷ്യരാവുക എന്ന് പറയുമ്പോൾ സ്നേഹത്തിന്റെ മനുഷ്യനാവുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, ഇന്ന പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ടോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. പ്രാർത്ഥന ശരിക്കും ദൈവത്തോടുള്ള ബന്ധമായി മാറുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളുള്ള ബന്ധമായിട്ടും അത് മാറും. ഇല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഫലദായകമല്ലോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഇനിയും ഈ പ്രാർത്ഥനയുടെ പരിണിത ഫലമാണ് നമ്മൾ മറ്റുള്ളവരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുക. ലൂക്ക 21:46 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമുണ്ട്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞതാണ്, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കും. അത് ഈ ഈശോയ്ക്ക് എവിടെ കിട്ടിയതാണ്? ബൈബിൾ അറിയാവുന്നവർക്കറിയാതെ സങ്കീർത്തനം 31:5. അത് ഞാനും സമ്മതിക്കുന്നു, 31:5 തന്നെയാണ് കേട്ടോ. എന്നാൽ അത് ലഭിച്ചത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ, യഹൂദ അമ്മച്ചിമാര് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉറക്കുമ്പോൾ അവരുടെ ചെവിയിൽ ചൊല്ലിക്കൊടുത്തിരുന്ന സങ്കീർത്തനമാണ് 31-ാം സങ്കീർത്തനം. അപ്പം നമ്മുടെ യഹൂദ അമ്മച്ചിയായ പരിശുദ്ധ മറിയം ഈശോയെ ഉറക്കുമ്പോൾ ചെവിയിൽ ചൊല്ലിക്കൊടുത്ത അതേ സങ്കീർത്തനമാണ് സങ്കീർത്തനം 31. ഇത് കുഞ്ഞ് എല്ലാ ദിവസവും കേട്ട് കേട്ട് പഠിച്ചു. അതിന്റെ ഫലമാണ് കുരിശിൽ കിടന്ന് നിത്യോറക്കം നേരത്ത് അതേ സങ്കീർത്തനം ഈശോ ചൊല്ലി, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അപ്പൊ മാതാവിന്റെ പ്രാർത്ഥനാ ജീവിതം ഈശോയെ ഒത്തിരി സ്വാധീനിച്ചിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈശോയും പിതാവും ഒന്നാണ് എന്ന ബോധ്യം ഈശോയ്ക്ക് കിട്ടിയതും അങ്ങനെ തന്നെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിമാര് ചെറുപ്പത്തിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്നില്ലേ? ഈ ഉള്ളവരുടെ കാര്യം അങ്ങനെ കേട്ടോ. എവിടെ ചെന്നാലും അതെവിടെയാണെങ്കിലും പ്രശ്നമല്ല, കിടക്കാൻ നേരത്ത് എനിക്കൊരു സ്വഭാവമുണ്ട്. എന്താണെന്നറിയാവോ? ഈ കിടക്കയുടെ 4 വശത്തും കുരിശ് വരും. അതിനുശേഷം നെറ്റിയില് യൂരാനായി വരയ്ക്കും. യൂതന്മാരുടെ രാജാവായ നസ്രായക്കാരനായ ഈശോയെ എന്നെ കാത്തോണേ. ഇതാണ് ഇന്നും അത് എഴുതുന്നുണ്ട്, പണ്ടും അത് ചെയ്യും. ഇത് എവിടുന്ന് പഠിച്ചാന്നറിയാവോ? അറിയാം, അമ്മ പഠിപ്പിച്ചു. അമ്മ കൊച്ചുനാളിൽ പഠിപ്പിച്ചതാണ്. അത് ഇന്നും ഞാൻ ചൊല്ലുന്നുണ്ട്. സെമിനാരി പഠനമോ ഒരു പഠനമോ അതിനെ ഒന്നും എന്നിൽ നിന്ന് അകറ്റി. അപ്പൊ അമ്മച്ചിമാർ ഓർക്കണം, കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അത് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ സ്വാധീനം എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ ചില പിള്ളേർക്കുണ്ടല്ലോ പ്രാർത്ഥനാ നേരം ഭയങ്കര ഇഷ്ടമാണ്. എന്നാന്നറിയാവോ? പ്രാർത്ഥനാ നേരത്താ കുഞ്ഞുങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കുന്നു. പിള്ളേർ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പ്രാർത്ഥന ബോറടിച്ചിരിക്കുമല്ലേ, അപ്പം നന്മ പറഞ്ഞു പറയുമ്പോൾ കൊച്ചിന് നേരെ ഒന്ന് കിളിച്ചു കാണിക്കും. ഉടനെ കൊച്ചിന് ഇഷ്ടം. വേറെ ചിലര് കൊന്ത എടുത്ത് കൊച്ചിന് തലക്കിട്ടൊരു ഏറ്, കൊച്ചാ കൊന്ത ഇങ്ങോട്ടൊരു ഏറ്. അപ്പൻ്റെ അമ്മയുടെയൊക്കെ ശ്രദ്ധ കൂടുതൽ കിട്ടുന്ന സമയം പ്രാർത്ഥനയുടെ സമയം. പിള്ളേരെ നോക്കിയിരിക്കുക. അങ്ങനെ വരരുത്. എന്നെ അത് വളരെ ചിന്തിപ്പിച്ച ഒരു സംഭവമുണ്ട്. കോട്ടയം സ്പിരിച്വാലിറ്റി സെന്ററിലാണ് ഈ സംഭവം കേട്ടോ. അവിടെ ധ്യാനം നടക്കുക. ധ്യാനം നടത്തി ഞാൻ ആരാധന നടത്തിക്കൊണ്ടിരിക്കുക.
അപ്പം സാധാരണ ദമ്പതികളുടെ ധ്യാനമാണ് കൊച്ചുങ്ങളെ കൊണ്ടുവരുന്ന പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു അച്ചായനും അമ്മച്ചിയും ഒരു എങ്ങായിരുന്നു അവിടെ കൊച്ചിനെ കൂടെ കൊണ്ടുവന്നു നോക്കാൻ വീട്ടിലാരില്ല. അപ്പോൾ ടോക്കൊക്കെ നടക്കുമ്പോൾ സിസ്റ്റേഴ്സ് നോക്കിക്കോളൂ. ആരാധന നടന്ന സിസ്റ്റേഴ്സും കൂടെ ആരാധനയ്ക്ക് വരുന്നതുകൊണ്ട് അവർ ശ്രദ്ധിച്ചൊന്നു. അപ്പൊ ഇവള് ഒരു കൊച്ചു പെൺകുട്ടി, ഇവള് ആരാധന തുടങ്ങിയപ്പോൾ മുതൽ ഓരോരുത്തരും എടുത്തു ചെന്നിട്ട് ചേട്ടാ 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 ഇങ്ങനെ വിളിച്ചു കഴിയുമ്പോൾ ആരാ നോക്കാം അല്ലേ? ഉടനെ നോക്കിയിട്ട് കവളിനൊരു തട്ടുകൊടുക്കും. ഇങ്ങനെ എല്ലാവരും എടുത്തു ചെല്ലും. എൻ്റെ അടുത്ത് വന്നേ അച്ഛാ അച്ഛാ, ഞാൻ ഉടനെ നോക്കി ഒരു ചിരിയൊക്കെ കൊടുത്തു വിട്ടു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഒരു അച്ചായൻ്റെ അടുത്ത്, പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, ഈ അച്ചായൻ്റെ അടുത്ത് ചെന്നപ്പോ അച്ചായൻ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. ഈ പുള്ളി വിടുവോ? കൊച്ച് ചേട്ടാ 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 ഒരു രക്ഷയില്ല. ചേട്ടൻ കണ്ണു തുറക്കത്തില്ല, ഇങ്ങനെ നിൽക്കുക. ഉടനെ ഈ കൊച്ച് വേറെ മാർഗമൊന്നുമില്ല, ഒരു പുസ്തകം എടുത്ത്, പ്രധാന പുസ്തകം തോന്നുന്നു, എടുത്തിട്ട് ചേട്ടന്റെ കൈക്കിട്ടിങ്ങനെ പത്തകം പത്തകം പറഞ്ഞ തട്ടുക. എന്നിട്ട് അച്ചായൻ കണ്ണു തുറക്കത്തില്ല, ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. കുറെ കഴിയുമ്പോൾ ഈ വിള തോറ്റു, ഈ കൊച്ചു തോറ്റു. ഇപ്പൊ ഞാനെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഈ കൊച്ചു തോറ്റിട്ട് കൊച്ചവിടെ മുട്ടുകുത്തി അച്ചായൻ നിൽക്കുന്ന പോലെ തന്നെ ഇങ്ങനെ നിൽക്കാതെ. അതെന്നെ ചിന്തിപ്പിച്ചു. ബാക്കിയുള്ളവരെ എല്ലാവരെയും എന്നെ ഉൾപ്പെടെ ഡിസ്ട്രാക്ട് ചെയ്തെങ്കിലും ആ അച്ചായനെ ഒന്നും ചെയ്യാൻ പറ്റും. അവസാനം അവള് തോറ്റ് അവൾ അച്ചായനെ പോലെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കൊച്ചു ചിന്തയിൽ വന്നത് ഈശോ വിട്ടതാ പരീക്ഷിക്കാൻ. ആ അച്ചായനല്ലാതെ ആ പള്ളിയിൽ ആരും പ്രാർത്ഥിക്കുന്നില്ലെന്ന് ഈശോയ്ക്ക് മനസ്സിലായി. എല്ലാവരും ഡിസ്ട്രാക്റ്റഡ് ആയി. അപ്പൊ ഞാൻ കൊണ്ടുവരുന്ന ചിന്ത, നമുക്ക് ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകും, പ്രാർത്ഥനയുടെ മനുഷ്യനായി തീരണം. അത് അമ്മ നമ്മളെ പഠിപ്പിക്കുന്നത്. എപ്പോഴും ആ സാന്നിധ്യ അവബോധത്തിൽ ജീവിക്കും. ഈശോ അങ്ങനെ ജീവിച്ച ആളാണ്. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ വളരെ ആളുകൾ തിങ്ങിക്കൂടിയപ്പോഴും ഈശോ പ്രാർത്ഥനയിൽ മുഴുകുകയായിരുന്നു. അപ്പൊ നമുക്ക് ഈ പ്രാർത്ഥനയുടെ മനുഷ്യരാകുവാൻ കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് ആത്മശോധന ചെയ്യും. ലൂക്ക 2:19 മറിയം ഹൃദയത്തിലെല്ലാം സംഗ്രഹിച്ചു ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു അല്ല. ഇംഗ്ലീഷിൽ അതിന് പറഞ്ഞിരിക്കുന്ന പേര് ഷീ റീകളക്റ്റഡ് എവരിത്തിങ് ഇൻ ഹെർ ഹാർട്ട് എന്നാണ്. ഹൃദയത്തിൽ സംഗ്രഹിച്ചതാണ് റീകളക്ഷൻ. റീകളക്ഷൻ എന്ന് പറഞ്ഞാൽ പഴയ നിയമ പ്രാർത്ഥനാ ശൈലിയാണ്. അതിനെ കാണണമെങ്കിൽ പഴയ നിയമത്തിലേക്ക് പോയാൽ കാണാം. നിയമാവർത്തനം 4:9 മുതൽ വാക്യങ്ങളിൽ നിങ്ങൾ കാണുന്നുണ്ട്, ഹൃദയത്തിൽ നിന്നും നിങ്ങൾ കണ്ട കാര്യങ്ങൾ മായാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ, ജാഗരൂകതയുള്ളവരായിരിക്കുവിൻ. ഇത് പഴയ നിയമത്തിൽ പഴയ ദൈവം ചെയ്ത കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന പ്രാർത്ഥനാ രീതിയുണ്ട്. അതാണ് റീകളക്ഷൻ. ഇത് തന്നെയാണ് അമ്മ ചെയ്തുകൊണ്ടിരുന്നത്. തൻ്റെ അനുഭവങ്ങളെയെല്ലാം ദൈവത്തിൻ്റെ അടുത്ത് ഇരുന്ന് ദഹിപ്പിച്ചെടുക്കുന്ന പതിവുണ്ട്. ഇത് നമുക്കും ആവശ്യം. നമ്മൾ ദഹിപ്പിക്കാത്തതുകൊണ്ട് പലപ്പോഴും ദഹനക്കേട് വരും. അതുകൊണ്ടാണ് നമുക്ക് ഈ ചില പ്രയാസങ്ങളൊക്കെ വരുന്ന കുടുംബത്തിലേ. ചിലപ്പം ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ, ഭാര്യ പറയുന്ന കാര്യങ്ങൾ ദഹിപ്പിച്ചെടുക്കുന്നില്ല. കർത്താവിൻ്റെ അടുത്ത് ഒന്ന് ദഹിപ്പിച്ചെടുത്താൽ പിന്നെ അത് പ്രശ്നം ഉണ്ടാക്കുകയില്ല. ദഹിക്കാതെ കിടക്കുന്നതുകൊണ്ട് എന്ത് പറ്റുന്നു? ആ അരിശം വന്ന് ആവശ്യമില്ലാത്ത സമയത്ത് പൊട്ടിത്തെറികളുണ്ടാകും. ചില പൊട്ടിത്തെറിക്കത്തില്ല, പിന്നെയോ പെറുപെറുക്ക്. ചില പെറുപെറുക്ക, ചില പൊട്ടിത്തെറിയ. ഇതൊക്കെ ദഹിപ്പിച്ചെടുക്കാത്തതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് ഒഴിവാക്കിക്കൊണ്ട് കർത്താവിനടുത്ത് ദഹിപ്പിച്ചെടുക്കണം. അമ്മ അത് ചെയ്തു. അതുകൊണ്ടാണ് ലൂക്ക 1:46 മുതൽ 55 വരെ വാക്യങ്ങളിൽ സ്തോത്രഗീതം ആലപിക്കുവാൻ കഴിഞ്ഞു.
കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ജീവിതാനുഭവങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് നമ്മളും കർത്താവിൻ്റെ അടുത്ത് മാറിയിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇടുക്കി എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമല്ലേ? ഇടുക്കി പണ്ട് കുറെ വനങ്ങളിങ്ങനെ കിടക്കുക. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്തു? അവിടെ ഒരു വലിയ അണക്കെട്ടുണ്ട്, വെള്ളം പിടിച്ചു നിർത്തി. എന്നിട്ട് ഈ വെള്ളം കൺട്രോൾഡായിട്ട് പവർ ഹൗസിലൂടെ കടത്തിവിട്ടപ്പോൾ നമുക്ക് ലൈറ്റ്, കറണ്ട് ഒക്കെ കിട്ടി, വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു. ഇതുപോലെ നമ്മുടെ ജീവിതാനുഭവങ്ങൾ പ്രാർത്ഥനയാകുന്ന പവർ ഹൗസിലൂടെ കടത്തിവിട്ടാൽ നമുക്ക് ഉറപ്പായിട്ടും വലിയ ശക്തി കിട്ടും, കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ള ശക്തിയായിട്ട് മാറും. അതുകൊണ്ട് അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം നമുക്കും അനുകരിക്കാം, പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് മാറാം. അതിനുള്ള കൃപാവരം എല്ലാവർക്കും ലഭിക്കട്ടെ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അമ്മയുടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന രണ്ടാമത്തെ കാര്യം ശുശ്രൂഷാ ജീവിതം. ശുശ്രൂഷാ ജീവിതം. പ്രാർത്ഥന ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിന്റെ പ്രകാശനമാണെങ്കിൽ ശുശ്രൂഷ സഹോദരങ്ങളോടുള്ള സ്നേഹബന്ധത്തിന്റെ പ്രകാശനം. നല്ല ഉദാഹരണങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അമ്മയുടെ കാര്യത്തിൽ ഓർക്കുന്നില്ലേ? എലിസബത്ത് അമ്മയെ ശുശ്രൂഷിക്കാൻ പോയ കാര്യം സ്ത്രീകൾക്കറിയാം. എന്നെക്കാൾ ഉപരിയായിട്ട് ഗർഭധാരണത്തിന്റെ ആദ്യത്തെ മാസങ്ങളിലാണ് കൂടുതൽ കുഴപ്പമെന്ന് ഞാൻ കിട്ടുന്നത്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത്രയും കുഴപ്പമില്ലെന്നാണ്. അമ്മ ഗർഭധാരണത്തിന്റെ ആദ്യത്തെ സമയങ്ങളിലാണ്. എലിസബത്ത് അമ്മയോ 6-ാം മാസം. എലിസബത്ത് അമ്മയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ ഈ അമ്മ മൈലുകൾ താണ്ടി, ഹോളി ലാൻഡിൽ പോയിട്ടുള്ളവർക്കറിയാം, വളരെയേറെ ദൂരം യാത്ര ചെയ്ത ഈ അമ്മ എൻകരീം കുന്നിന്റെ മുകളിലെത്തുന്നു. അമ്മ നടന്ന് അന്നത്തെ കാലത്ത് നടന്ന് ക്ഷീണിച്ചു. ഇപ്പം നമ്മളവിടെ പോകുമ്പോൾ ബസ്സിൽ ഏകദേശം 1.5 മണിക്കൂർ എടുക്കും ആ യാത്ര. എന്ന് പറഞ്ഞാല് ഉദാഹരണം പറയുന്ന കേട്ടോ, ഏകദേശം കുളങ്കുന്നിൽ നിന്നും ഒരു കോട്ടയല്ല, ഒരു ഏറ്റുമാനൂർ ഭാഗം ചെല്ലുന്നത് വരെ നടന്ന് അവിടെ ക്ഷണിച്ചെന്നുകൊണ്ട് ദൈവത്തിന് കരുണ തോന്നിയാവണം. താഴെ എൻകരീം കുന്നിന്റെ താഴെ അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം കുടിക്കാനുള്ള വെള്ളം കൊടുത്തു. ആ കിണറിൽ ഇപ്പോഴും അവിടെ ഉണ്ട്. കാണാനായിട്ട് ദൈവം എനിക്കൊരു കൃപ തന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഏതായാലും അമ്മ ഇത്രയും യാത്ര ചെയ്ത് അവിടെ ചെല്ലുകയാണ്. എന്നിട്ട് അമ്മയെ ശുശ്രൂഷിക്കുകയാണ്. എലിസബത്ത് അമ്മയെ ശുശ്രൂഷിക്കുകയാണ്. ഇതിന് വലിയൊരു ഉദാഹരണം കിട്ടാനില്ല. അമ്മ ദൈവസ്നേഹം നിറഞ്ഞപ്പോൾ സഹോദരങ്ങളെ ശുശ്രൂഷിക്കുവാൻ തന്നെ മറന്നുകൊണ്ട് പോയി. നമുക്കൊരു ആവശ്യമാണ്. ഇനിയും കാനായിലെ കല്യാണ അവസരം മറ്റൊരവസരമാണ്. അവിടെ കല്യാണത്തിന് ക്ഷണിച്ചു, അവിടെ വീണില്ല, എനിക്കുണ്ടാകണം എന്ന് ചിന്തിക്കാതെ അവരുടെ വിഷമങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് മകനോട് പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല. മകനോ പറഞ്ഞത് എനിക്കും നിനക്കുമെന്ന്. എങ്കിലും അമ്മ എന്താ പറഞ്ഞത്? അവൻ പറയുന്നത് ചെയ്യുവിൻ. അങ്ങനെ അവരുടെ പ്രശ്നം പരിഹരിക്കുകയാണ്. ഇതെല്ലാം അമ്മയുടെ ശുശ്രൂഷാ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിയാം. നമ്മുടെ കുടുംബങ്ങളിൽ എന്നെക്കാൾ അവര് മറ്റൊരാളുടെ താല്പര്യത്തിന് മുൻതൂക്കം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അവരെ ശുശ്രൂഷിക്കാനാണ് എൻ്റെ ജീവിതമെന്ന് കരുതിയിട്ടുണ്ടോ? ഭർത്താവിന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ ചിലപ്പോൾ ഭാര്യ താല്പര്യം എടുത്തരാം. ഭാര്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഭർത്താവ് താല്പര്യം എടുക്കും. അത് വേണോ വെച്ചു? വേണം. നമ്മൾ ദൈവത്തിന്റെ ആളുകളല്ലേ? അപ്പൊ തീർച്ചയായിട്ടും പരസ്പര ശുശ്രൂഷ മനോഭാവത്തോടെ ഇടപെടണം. എനിക്ക് എന്തുമാത്രം അത് കഴിയുന്നുണ്ട് എന്ന് ഇന്ന് തമ്പുരാന്റെ മുമ്പിലിരുന്ന് വിലയിരുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.
ശുശ്രൂഷ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അമ്മയിൽ നമ്മൾ പഠിക്കണം. മാതാപിതാക്കൾ മക്കളുടെ, മക്കൾ മാതാപിതാക്കളുടെ, ഭാര്യ ഭർത്താവിൻ്റെ, ഭർത്താവ് ഭാര്യയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം വിളിച്ചതാണെന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കണം. അതിനൊരു ഹൃദയ തീരുമാനമെടുക്കുക. അമ്മയെ മാതൃകയാക്കുമ്പോൾ നമുക്കത് ചെയ്യും. ഇനിയും പരിശുദ്ധ അമ്മ മൂന്നാമതായിട്ട് നാം കാണുന്നത് ദൈവപ്രസാദ പൂരിതയായി. മറിയം നിരന്തരമായി പൂർണ്ണമായി ദൈവത്തിന്റെ കൃപാവരത്തിൽ ജീവിച്ചു. ലൂക്കാ 1:28 നമുക്കറിയാവുന്ന വാക്യമാണ്. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവമാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ദൈവകൃപ നിറഞ്ഞവളാണ് അമ്മ എന്ന് അവിടെ ഉറപ്പ് തരുകയാണ്. അപ്പൊ ഈ ദൈവകൃപ നിറഞ്ഞ ഒരു ജീവിതമാണോ നമ്മുടെ കുടുംബത്തിൽ നയിക്കുന്നത്? എളിയ ജീവിതം നയിക്കുന്നവർക്ക് ഈ ദൈവകൃപ ലഭിക്കത്തുള്ളൂ. ഇത് നമ്മുടെ നേട്ടമൊന്നുമല്ല. ഞാൻ വലിയ പുള്ളിയാ, എനിക്ക് ദൈവകൃപ കിട്ടിയേ പറ്റൂ എന്ന് പറയാൻ പറ്റുകയില്ല. ഈ എളിമയോടെ നമ്മൾ ജീവിക്കുമ്പോൾ, തമ്പുരാന്റെ മുമ്പ് കരഞ്ഞിട്ടുമ്പോൾ ദൈവം കൊടുക്കുന്നതാണ് ഈ ദൈവകൃപ. ഈ ദൈവകൃപ നിറഞ്ഞ വ്യക്തിയാണോ നമ്മളിന്ന് ആത്മശോധന ചെയ്യും. പറയുമ്പോൾ പിണങ്ങരുത്. അമ്മച്ചിമാരെന്ന് ആലോചിച്ചേ, നമ്മളെ കുറിച്ച് മറ്റുള്ളവർ പറയുമോ? കൃപയുള്ളവർ അമ്മച്ചിയാ കേട്ടോ. അമ്മച്ചിയുടെ മുഖത്തോട് നോക്കിയാറിയാം, നല്ല കൃപയുള്ള അമ്മച്ചി. മറ്റുള്ളവർ നമ്മളെ പറ്റി പറയുമോ? അച്ചായന്മാരെ ആലോചിച്ച്, കൃപയുള്ള അച്ചായന കേട്ടോ. എന്തൊരു വലിയ കൃപയാണ് ആ മുഖത്ത്. അത് മേക്കപ്പ് ചെയ്തുകൊണ്ട് കിട്ടുന്നതല്ല കേട്ടോ, ദൈവത്തിന്റെ കൃപയെ ജീവിച്ചാൽ കിട്ടുന്നതാണ്. ഇനി അത് തന്നെ ഞാൻ കൊണ്ടുവരികയാണ്. കൃപയുള്ള ഭർത്താവ്, കൃപയുള്ള ഭാര്യ നമ്മളെ പറ്റി പറയുമോ? കൃപയുള്ള മക്കള് പറയുമോ? കൃപയുള്ള മാതാപിതാക്കൾ പറയുമോ? നേരെ മറിച്ചു വല്ലതാണോ പറയുന്നത്? അയ്യോ കണ്ടോ, കാലമാനം വരുന്നുണ്ട്, ഇനി വീടെടുത്ത് നേരെ കുത്തി വെക്കുവേ, ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? എന്റെ ദൈവമേ, ഈ മുടിഞ്ഞെടുത്ത് വന്നേ പിന്നെ ഒരു സ്വസ്ഥതയില്ല. ഇങ്ങനെയൊക്കെ കേൾക്കാനിടയുണ്ടോ? എല്ലാവരെയും വീടുകളിലൊന്നും അല്ല കേട്ടോ, പിണങ്ങരുത്. അച്ഛൻ ഓർപ്പിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണോ കേൾക്കുന്നത്? അതോ അല്ല, കൃപ നിറഞ്ഞയാളാ കേട്ടോ എന്ന് നമ്മളെ പറ്റി പറയാറുണ്ടോ? അതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ബോധ്യം ഹൃദയത്തിൽ ഉണ്ടാവട്ടെ. 2, പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിന്റെ ആലയമായിരുന്നു. ലൂക്കാ 1:35 ഇങ്ങനെയാണ് പറയുന്നത്. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആ അത്യുന്നതന്റെ ശക്തി ആവസിക്കുമെന്ന് ഉറപ്പ് കൊടുക്കുകയാണ് ദൈവം പരിശുദ്ധ അമ്മയ്ക്ക്. അപ്പൊ വാസ്തവത്തില് അമ്മയുടെ ദൗത്യം നിർവഹിച്ചതിന് പുറകിലുള്ള കാരണം അത്യുന്നതന്റെ ശക്തിയാണ്. ദൈവത്തിന്റെ ശക്തി സ്വീകരിച്ചതിലൂടെയാണ് അമ്മയ്ക്ക് അതെല്ലാം ചെയ്യാൻ പറ്റിയത്. ലൂക്കാ 24:49 നമ്മളോടെന്ന് പറഞ്ഞാൽ ഈശോയുടെ പിന്നാലെ വന്ന ശിഷ്യരോട് ഈശോ പറഞ്ഞു, നിങ്ങൾ എനിക്ക് സാക്ഷികളാണ്, ഉന്നതത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം. അപ്പം തന്റെ ശിഷ്യന്മാർ ഈ ശക്തി സ്വീകരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചതാണ്. അപ്പൊ നമ്മൾ ഈ ശക്തിയാൽ നിറയണം. നമ്മൾ പോകുന്നിടത്തൊക്കെ കർത്താവിന് സാക്ഷികളായി മാറണം. അത് പ്രധാനപ്പെട്ടതാണ്. ശക്തി സ്വീകരിച്ചാലേ അത് പറ്റത്തുള്ളൂ. അപ്പൊ ശക്തിക്കായിട്ട് കാത്തിരിക്കണം. ആ ശക്തി സ്വീകരിച്ചുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ ഇറങ്ങണം. എന്നിട്ട് ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് നമുക്കും സാക്ഷ്യം വഹിക്കാൻ പറ്റും. എല്ലാവരും സാക്ഷ്യം വഹിക്കണമെന്ന് പറയുമ്പോൾ അച്ഛൻ പ്രസംഗിക്കുന്ന പോലെ എല്ലാവരും മൈക്കിന്റെ മുമ്പ് പ്രസംഗിക്കണമെന്നല്ല. ചിലരെ അതിന് ദൈവം വിളിച്ചു, അവർ ചെയ്യട്ടെ.
എന്നാൽ നമുക്ക് നമ്മുടെ അനുദിന കുടുംബ ജീവിതത്തിൽ സാക്ഷി വഹിക്കാൻ പറ്റും. ഒരു നല്ല ഭാര്യയായി, ഒരു നല്ല ഭർത്താവായി, മക്കളായി, മാതാപിതാക്കളായി ജീവിക്കണം. ഇനി എന്നെ കാണുമ്പോൾ എൻ്റെ നാട്ടിലുള്ളവർ, എൻ്റെ ഗ്രാമത്തിലുള്ളവർ ഒക്കെ ഇയാളിൽ എന്തോ ഒരു മാറ്റമുണ്ട് കേട്ടോ, ഇയാളൊരു നിറവുണ്ട് കേട്ടോ എന്ന് കേൾക്കുവാനിടവരണം. എങ്ങനെ? എന്നിൽ അത്യുന്നതന്റെ ശക്തി നിറഞ്ഞെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആ ഒരു ജീവിതം ആത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതമാണോ നമ്മൾ നയിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പസ്തോല പ്രവർത്തനം 1:3 നമ്മൾ കാണുന്നുണ്ട്, 40 ദിവസം പ്രത്യക്ഷപ്പെട്ട് ഈശോരെ പഠിപ്പിച്ചു. അപ്പൊ നമ്മൾ പ്രാർത്ഥനയിലൂടെയാണ് വാസ്തവത്തിൽ ഈ ശക്തി സ്വീകരിക്കേണ്ടത്, ആ അരൂപിയിൽ നിറയേണ്ടത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അടുത്തതായി എനിക്ക് പറയാനുള്ളത് ലൂക്കായുടെ സുവിശേഷം 1:38 കാണുന്നു. മറിയം ദൈവവചനം സ്വീകരിക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്തിരുന്നു. ലൂക്കാ 30 പറയുന്നതാണ്, മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ. മറിയം വചനം സ്വീകരിച്ചവളും വചനത്തിൽ നിലനിന്നവളുമായിരുന്നു. യോഹന്നാൻ 8:31-32 ഈശോ പറഞ്ഞു, തന്നിൽ വിശ്വസിച്ചവരോട് വചനത്തിൽ നിലനിൽക്കുവാൻ പറയുന്നു. അതിനെ സ്വീകരിച്ചാൽ പോരാ, അതിൽ നിലനിൽക്കണം. ക്രിസ്തു ശിഷ്യത്വത്തിന്റെ അടിസ്ഥാനമാണ്. യോഹന്നാൻ 15:7 എന്നിൽ നിലനിൽക്കുക. അതിനെ സ്വീകരിച്ചാൽ പോരാ, എന്നിൽ നിലനിൽക്കണം എന്ന് പറയുക. എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കണം, അപ്പോഴാണ് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുന്നത്. മറിയം സ്വീകരിച്ച് നിലനിന്നു, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞു. ഇത് പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവഹിതം നിറവേറ്റുന്നവരായി നമ്മൾ മാറും. ഞാനൊരു സെമിനാറിലേക്ക് പോവാം കേട്ടോ. ഒരു സെമിനാരിയിൽ ഒരു സ്പിരിച്വൽ ഫാദർ ഉണ്ട്. സ്പിരിച്വൽ ഫാദർ എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ഗുരു. അപ്പൊ ഈ സ്പിരിച്വൽ ഫാദറിനോട് ഈ സെമിനാരിക്കാർക്ക് ഭയങ്കര ഇഷ്ടം. ഈ സ്പിരിച്വൽ ഫാദറിന്റെ ജന്മദിനം വന്നു. സെമിനാരിക്കാർക്ക് ഒരാഗ്രഹം, അവരെല്ലാം ഒരുമിച്ച് കൂടി, എടാ നമ്മുടെ അച്ഛൻ്റെ ബർത്ത്ഡേ അല്ലടാ, നമുക്കൊരു സമ്മാനം കൊടുക്കാം. നമ്മൾ സമ്മതിച്ചു. എന്നതാണ് സമ്മാനം കൊടുക്കണ്ടേ? ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയാൻ തുടങ്ങി. എടാ നമുക്ക് അച്ഛനൊരു ഫ്രിഡ്ജ് മേടിച്ചു ഓടാകുന്നതാണ്. അച്ഛനെ നമുക്കൊരു TV മേടിച്ചു, വേറൊരാൾ. അല്ലടാ നമുക്കൊരു ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കാം, വേറൊരാൾ പറഞ്ഞു. ഇങ്ങനെ അഭിപ്രായങ്ങൾ ഏറെയായി. അപ്പൊ ഒരു കൊച്ചു മിടുക്കൻ പറഞ്ഞു, എടാ നമ്മൾ എന്തിനാ ഇങ്ങനെ കിടന്ന് ചർച്ച ചെയ്ത്? നമ്മുടെ അച്ഛനോട് നമുക്ക് നല്ല കൂട്ടുണ്ട്. നമുക്ക് നമ്മുടെ അച്ഛനോട് തന്നെ ചോദിക്കാം, അച്ഛൻ ഏതാ ഇഷ്ടം, അത് കൊടുക്കാം. അല്ലാതെ നമ്മൾ വേറൊന്നും മേടിച്ചു കൊടുത്തിട്ട് പിന്നെ അച്ഛൻ അത് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് സങ്കടം, അച്ഛനെ ഇഷ്ടപ്പെട്ടില്ലേ സങ്കടം. നമുക്ക് അച്ഛനോട് പോയി ചോദിക്കാം. അത് കൊള്ളാം. എന്നാ എല്ലാവരും കൂടെ പോകണ്ട, ഒരു 3-4 പേര് പോകാൻ പറഞ്ഞവരെ തെരഞ്ഞെടുത്തു. അവർ പോയി അച്ഛൻ്റെ മുറിച്ചു. അച്ഛൻ്റെ ബർത്ത്ഡേ വരുവാണ്. അതെ അച്ഛാ, ഞങ്ങൾക്കൊരാഗ്രഹം. എന്താ? അച്ഛനൊരു സമ്മാനം തരണം. നല്ല കാര്യം. അപ്പോൾ ഞങ്ങൾ ഒത്തിരി അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ളത് തരാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അത് നല്ലതാണ്. അപ്പൊ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം പറയാമോ അച്ഛ എന്ന് ചോദിച്ചു. ഉടനെ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ ആലോചിച്ചു, യെസ് മോൻ പറഞ്ഞത് നന്നായി, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നത് നന്നായി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ റൊട്ടിയെ തൂക്കുന്ന ബട്ടർ, അത് മതി. ഈ അച്ഛൻ്റെ ഒരു തമാശ. എൻ്റെ അച്ഛ അതൊന്നും അല്ല, ഞങ്ങൾ വലിയ വലിയ കാര്യങ്ങളാണ്. TV, ഫ്രിഡ്ജ്, ലാപ്ടോപ്പ്, ഇങ്ങനെ പലതാണോ. അപ്പൊ അത് ശരി, നിങ്ങൾ എൻ്റെ ഇഷ്ടം അറിയാൻ വന്നതാണെന്നാ ഞാൻ ഓർത്തത്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണെങ്കിൽ തന്നാ പോരെ. എൻ്റെ ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം റൊട്ടിയെ തൂക്കുന്ന ബട്ടറാണ്, അത് മേടിച്ച് തന്നാൽ മതി.
ഓ ഈ അച്ഛൻ്റെ കാര്യം, അച്ഛൻ ഇങ്ങനെ നിസ്സാര കാര്യമല്ല, ഞങ്ങൾ വലിയ വലിയ കാര്യങ്ങളാണ്. അത് നിങ്ങളുടെ ഇഷ്ടം, പക്ഷെ എൻ്റെ ഇഷ്ടമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇത് ചെയ്താൽ മതി. ഞാൻ ഈ പറഞ്ഞു വെച്ച കാര്യം മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് ആഗ്രഹിക്കുന്ന കൊച്ചു കാര്യങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്ന വലിയ കാര്യങ്ങളെക്കാൾ പ്രധാനപ്പെട്ടത്. നമ്മൾ ചിലപ്പം ഭയങ്കര വലിയ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കും. എന്നതാ, വലിയൊരു അനാഥശാല നടത്താൻ, അല്ലെങ്കിൽ കുഷ്ഠരോഗികളുടെ സങ്കേതം നടത്താൻ, ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. പക്ഷെ ഈശോ ആഗ്രഹിക്കുന്നത് ഭാര്യയെ നോക്കി ഒന്ന് ചിരിക്കാൻ, ഭർത്താവിനെ നോക്കി ഒരു നന്നായിട്ട് സംസാരിക്കാൻ, മാതാപിതാക്കളോട് അവരുടെ സ്നേഹത്തെ പറ്റി ഒന്ന് പങ്കുവെക്കാൻ, മക്കളെ ഒന്ന് താലോലിക്കാൻ. ഈ കൊച്ചു കാര്യങ്ങൾ ചെയ്യാതെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് തെറ്റാണ്. അതാണ് ഈ കഥ പഠിപ്പിക്കുന്നത്. ഈശോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യും. അമ്മ പറഞ്ഞതല്ലേ, അവൻ പറയുന്നത് ചെയ്യുവിൻ. ഇവിടെ എടുത്ത് നോക്കിയേ, അവൻ പറയുന്നത് എന്താണോ അത് ചെയ്യുവിൻ. എങ്ങനെ എന്നതാണേതോ ഏതോളാം എന്ന് പറഞ്ഞാൽ, കർത്താവ് ആഗ്രഹിക്കുന്ന കൊച്ചു കാര്യങ്ങൾ വിട്ടിട്ട് ദൈവം ആഗ്രഹിക്കുന്നുള്ളത് ഞാൻ കരുതുന്ന വലിയ കാര്യങ്ങൾ പോകുന്നതല്ല ആധ്യാത്മികത. കർത്താവിൻ്റെ വചനം അനുസരിച്ച് ചെയ്യും. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. ഈശോ ആഗ്രഹിക്കുന്ന കുറെ ചെച്ചു വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? കുടുംബജീവിതമല്ലേ, ജീവിത പങ്കാളിയെ സ്നേഹിക്കുന്ന കാര്യം, മക്കളെ സ്നേഹിക്കുന്ന കാര്യം, മാതാപിതാക്കളെ ആദരിക്കുന്ന കാര്യമൊക്കെ ചെയ്യുന്നുണ്ടോ? അത് ചെയ്യാതെ ഞാൻ മലമറിക്കാൻ പോകണോ? അതല്ല, കർത്താവ് ആഗ്രഹിക്കുന്ന കൊച്ചു കാര്യങ്ങൾ ചെയ്യുക, അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഒരു തീരുമാനം ഹൃദയത്തിലുണ്ടാവണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ചിന്ത കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അമ്മ ചെയ്തു. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലൂക്ക 1:45. പിന്നെ വചനമൊന്ന് വായിക്കാം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറഞ്ഞാൽ, മറിയം ദൈവത്തെ വിശ്വസിച്ചതുകൊണ്ടാണ് ഭാഗ്യവതിയായിട്ട് മാറിയത്. വിശ്വാസമാണ് ശക്തി. മറിയം വിശ്വസിച്ച് അതിന്റെ ശക്തി അവൾ അനുഭവിച്ചു. ദൈവത്തെ കൊണ്ട് അത്ഭുതം പ്രവർത്തിപ്പിക്കുന്ന ഒരു വലിയ ശക്തിയാണ് ഈ വിശ്വാസം. മർക്കോസ് 11:22 വിശ്വാസത്തിന്റെ ശക്തി പ്രകടിപ്പിക്കുന്ന ഒത്തിരി രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഞാനതിലേക്ക് വിശദമായി പോകുന്നില്ല, സമയമുള്ളപ്പോൾ നിങ്ങൾ വായിച്ചു ധ്യാനിക്കണേ. മർക്കോസ് 11:22, മത്തായി 9:22 നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവള് സുഖപ്പെട്ടത് അവള് പോലും അറിഞ്ഞില്ല, പക്ഷെ നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു. മത്തായി 9:29 അന്ധരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. വിശ്വാസത്തിന്റെ ശക്തി വലുതാണ്. ചിലപ്പോൾ നമ്മളെ അല്പവിശ്വാസികളെ എന്ന് കർത്താവ് വിളിച്ചിട്ടുണ്ടല്ലേ. കടലിൽ ഓർക്കുന്നുണ്ടോ, വള്ളം ഇങ്ങനെ ഉലഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ഭയങ്കര വിഷമിച്ചു. അയ്യോ, ഞങ്ങൾ നശിക്കാൻ പോവാണേ, നീ ഉറങ്ങിക്കൊണ്ടിരിക്കുവാണോ? ഉറക്കത്തിൽ നിന്നുള്ളത് ഈശോ ചോദിച്ചത് എന്നതാ, അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? നമ്മുടെ വിശ്വാസക്കുറവിനെ കുറ്റപ്പെടുത്തുകയാണ്. നമുക്ക് ഈ വിശ്വാസക്കുറവില്ലേ എന്നാൽ ഒന്ന് ചിന്തിച്ചേ. പ്രത്യേകിച്ചും ഈ കൊറോണ വൈറസിന്റെ ഒരു കാലഘട്ടത്തിലൊക്കെ വന്നപ്പോൾ ഒത്തിരി ആളുകൾ വിശ്വാസത്തില് പാളിച്ചകളുണ്ടായി, അസ്വസ്ഥതകളുണ്ടായി. എൻ്റെ ദൈവമേ, ഇതെവിടെ ചെന്നെത്തുമോ, ഇതൊക്കെ എങ്ങനെയായി തീരുമോ, ഇതിനൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? അതെ, നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ഭാഗ്യവാന്മാരാകുന്നത്. ആ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണമെന്ന് കർത്താവ് നമ്മൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസത്തിൽ നിറഞ്ഞുകൊണ്ട് വിശ്വസിച്ചത് കൊണ്ട് ഭാഗ്യവതിയാവുന്നു എന്ന ബോധ്യത്തോടു കൂടി നമ്മുടെ
വിശ്വാസ ജീവിതത്തിൽ ഉറപ്പിക്കപ്പെടുവാൻ നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കണം. ദൈവത്തിന് മുമ്പാകെ നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ തിരുമുമ്പാകെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, പരിശുദ്ധ അമ്മയുടെ ഭക്തരായ ഞങ്ങൾ ജീവിക്കുന്നുവെങ്കിലും പരിശുദ്ധ അമ്മ വച്ചു പുലർത്തിയ മൂല്യങ്ങളിൽ നിന്ന് എത്രയോ അകലെയാണ് ഞങ്ങൾ. അമ്മ നിരന്തരമായ ദൈവകൃപയിൽ ജീവിച്ചു, പ്രാർത്ഥനയുടെ വ്യക്തിയായി, വിശ്വാസത്തിന്റെ നിറവിടമായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ കുറവുകൾ ഏറെ ഉണ്ടല്ലോ, അവ പരിഹരിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ മക്കളാകുവാൻ, ദൈവേഷ്ടം എന്താണോ അത് നിറവേറ്റുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ദൈവം ആഗ്രഹിക്കുന്ന കൊച്ചു കാര്യങ്ങളാണ് ഞാൻ ആഗ്രഹിക്കുന്ന വലിയ കാര്യങ്ങളെക്കാൾ വലുത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഞങ്ങൾക്ക് ആ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത വഴി കൃപ തന്ന് അനുഗ്രഹിക്കണമേ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഇപ്പോൾ ഗായക സംഘം ആലപിക്കുന്ന ഈ ഗാനം ആലപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെപ്പോലെ വിശുദ്ധീകൃതയായി, പരിശുദ്ധ അമ്മയെപ്പോലെ ഭഗവതിയായി തീരണമെങ്കിൽ ഞാനും നമ്മളും എല്ലാം ആ വിശ്വാസത്തിൽ നിറയണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഗാനം ഒരുമിച്ച് ആലപിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മയോടുള്ള ഈ ഗാനം എല്ലാവരും ഒരുമിച്ച് ആലപിക്കും. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. ചിത്രത്തിൽ നിന്ന് നേത്രങ്ങൾ കൊണ്ടു നോക്കുക, നിൻ പാതേതാ നിന്നക്കൾ വന്നു നിൽക്കുന്നു, അമ്മേ കാണുക. മാധുര്യമേറും നിന്നേത്രങ്ങൾ ശോകപൂർണങ്ങൾ ആണല്ലോ. ചിത്രത്തിൽ നിന്ന് നേത്രങ്ങൾ കൊണ്ടു നോക്കുക, നിൻ പാതേതാ നിൻ മക്കൾ വന്നു നിൽക്കുന്നു, അമ്മേ കാണുക. മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച ഈ നിമിഷങ്ങളിൽ നമുക്ക് അവിടെ ഇരിക്കാം. ഇരുന്നു കൊണ്ട് അല്പസമയം കൂടി ദൈവവചന ശുശ്രൂഷ തുടരുകയാണ്. നമ്മൾ കഴിഞ്ഞ ടോക്കിൽ ധ്യാനിച്ചു നിർത്തി പരിശുദ്ധ അമ്മ യഥാർത്ഥത്തിൽ വിശ്വസിച്ചതുകൊണ്ടാണ് ഭാഗ്യവതിയായത്. നമ്മൾ പറഞ്ഞു നിർത്തിയാണ്. അവിടെ ഞാൻ തുടരുകയാണ്. മറിയം ദൈവത്തിൻ്റെ രക്ഷ അനുഭവിച്ചറിഞ്ഞ് അവിടുത്തെ നിരന്തരം മഹത്വപ്പെടുത്തും. ലൂക്ക 1:46 മുതൽ 47 വരെ വാക്യം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തും, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 3 കാര്യങ്ങളാണ് ബൈബിളിൽ ഒറിജിനലായിട്ടുള്ളത്. ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, അരൂപി രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ചിത്തം എന്നാണ് അവിടെ POC ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് അരൂപിയാണ്, സ്പിരിറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയുന്നത്. അപ്പൊ മനുഷ്യന് 3 കാര്യങ്ങളുണ്ട്: ആത്മാവ്, അരൂപി, ശരീരം. ഇത് 3 കൂടെ കൂടുന്നതാണ് മനുഷ്യൻ. അതാണ് റോമ 8:16
നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ അരൂപി എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മുടെ അരൂപിയോട് ചേർന്ന് സാക്ഷ്യം വഹിക്കുന്നു. അവിടെ ആത്മാവ് എന്ന പദമാണ് ഉപയോഗിച്ചത്. അപ്പൊ ഞാനതൊന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ സൈക്കി ആണ്, അരൂപി എന്ന് പറഞ്ഞാൽ ന്യൂമ ആണ്, എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ്, കാറ്റ്, ഊഹ എന്നൊക്കെ നമ്മൾ പറയുന്നു. അത് ദൈവത്തോട് തുറന്നു നിൽക്കുന്ന ഒരു അവസ്ഥ, പൊട്ടൻഷ്യാലിറ്റി. മനുഷ്യന്റെ അരൂപി എപ്പോഴും ദൈവത്തിലേക്ക് തുറന്നു നിൽക്കുന്ന ഒരു സാധ്യതയുള്ള ഒരു വ്യക്തിയാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഇനിയും ഈ തുറവി എപ്പോഴുള്ളതുകൊണ്ട് വിശ്വാസം ഇല്ലാത്തവരിൽ ഇത് ആക്റ്റീവ് ആകത്തില്ല. വിശ്വാസമുള്ളവരിലാണ് ഈ രക്ഷ അനുഭവിച്ചറിയാൻ പറ്റുന്നത്. ചിലപ്പോൾ പെന്തക്കോസ്തുകാർ നമ്മോട് ചോദിക്കും, നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മളെന്നാ പറയുന്നത്? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ പറയാം. അങ്ങനെയല്ല. അവർ ചോദ്യത്തിന് അർത്ഥം നീ രക്ഷ അനുഭവിച്ചറിയുന്നുണ്ടോ എന്നാണ്. ഞാൻ പറയും തീർച്ചയായിട്ടും ഉണ്ട് എന്നതാണ് അതിൻ്റെ ഉത്തരം. കാരണം നമ്മുടെ ആത്മാവ് ദൈവത്തിലേക്ക് തുറന്നിരിക്കുകയാണ്. ആ തുറന്നിരിക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് അത് ഞാൻ പറയാൻ പോകുന്നുണ്ടോ. ഒന്നാമത് നമ്മുടെ ലൂക്ക 1:51 വാക്യമാണ്, ഹൃദയത്തിൽ അഹങ്കാരം ചിതറിക്കപ്പെടണം. അഹങ്കാരം പാപത്തിന്റെ അടിസ്ഥാനമാണ്. എളിമയുണ്ടാകുമ്പോൾ രക്ഷ അനുഭവിക്കാൻ തുടങ്ങും. ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്നാണ് ബൈബിൾ പറയുക. താഴ്മയാണ്, എളിമയാണ് കർത്താവിൻ്റെ രക്ഷ അനുഭവിച്ചറിയാനുള്ള ഒന്നാമത്തെ വ്യവസ്ഥ. നമുക്കതുണ്ടോ? എനിക്ക് ദൈവത്തിന്റെ രക്ഷ അനുഭവിച്ചറിയാം. രണ്ടാമത്തത് 52 വാക്യം, ശക്തന്മാരെ സിംഹാസനത്തിൽ താഴെയിട്ടു എന്ന് പറഞ്ഞ ലോകത്തിന്റെ തത്വം എന്നതാണ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ഈ തത്വം മാറി സമൂഹ ബന്ധങ്ങളെ സ്വാധീനിക്കുന്നത് ശക്തിയല്ല, സ്നേഹമാണ് എന്ന് വരണം. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനല്ല, സ്നേഹമാണ് ഇവിടെ വിജയിക്കേണ്ടത്. അതാണ് നമ്മുടെ തത്വം. അത് നമ്മൾ ആ ഒരു മാറ്റം ഉണ്ടാകണം. ശക്തി കൊണ്ട് ആരെയും കീഴടക്കാമെന്ന് വിചാരിക്കും. എന്നാൽ സ്നേഹം കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ കീഴടക്കാൻ പറ്റും. അതാണ് നമുക്കുണ്ടാവേണ്ടത്. എൻ്റെ ഒരു ഭർത്താവ് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഓർക്കും, അച്ഛാ ഇവള് വന്നപ്പോൾ മുതൽ ശല്യമാണ്. ഇവർക്ക് ഇവരുടേതായ ഒരു രീതിയുണ്ട്, ഇവരുടേതായ ഒരു മനോഭാവം. തൻ്റെടിയായിരുന്നു. ഞാൻ പഠിച്ചു പണി വരട്ട് നോക്കിയിട്ട് രക്ഷപ്പെട്ടില്ല. അവസാനം ഞാനങ്ങ് താന്നു കൊടുത്തു. ഇവിടെ ഞാൻ അങ്ങേയറ്റം സ്നേഹിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവള് എൻ്റെതായി മാറി. അച്ഛൻ ഞാനിപ്പോൾ അഭിമാനത്തോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്, സ്നേഹം കൊണ്ട് മനുഷ്യനെ നേടിയെടുക്കുന്ന വ്യക്തികളായി മാറണം. അതാണ് മനുഷ്യബന്ധങ്ങളെ സ്വാധീനിക്കുന്നത്. ശക്തിയല്ല, സ്നേഹമാണ് എന്ന ബോധ്യമുണ്ട്. മൂന്നാമത് 53 വാക്യം, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാൽ ഉള്ളവൻ ഇല്ലാത്തവനാകണം, ഇല്ലാത്തവൻ ഉള്ളവനായി ജീവിക്കും. എന്നതാണ് സാമ്പത്തിക സ്ഥിതിയിലും മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എനിക്കുള്ളത് എൻ്റെ ദൈവത്തിൻ്റെ ദാനമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഞാനത് സഹോദരങ്ങൾക്ക് പങ്കുവെക്കും. ആദിമ സമൂഹത്തെ പറ്റി പറഞ്ഞു കേട്ടിട്ടില്ലേ? അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല. അവിടെ പാവപ്പെട്ടിരുന്നതാണോ അർത്ഥം? അല്ല, എല്ലാവരും അവർക്കുള്ളത് പങ്കുവെച്ചു. ഇതുപോലെ നമുക്ക് ദൈവം തന്നതൊക്കെ പങ്കുവെക്കാനുള്ളതാണെന്ന ബോധ്യത്തോടെ നമ്മൾ പങ്കുവെക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സഹോദരങ്ങൾക്ക് വലിയ സഹായകമായിട്ട് മാറും. ഈ ത്രിവിധ മാറ്റങ്ങളാണ് രക്ഷ അനുഭവിച്ചറിയണമെങ്കിൽ നമ്മൾ ഉണ്ടാവേണ്ടത്. എന്താണ് ഈ മാറ്റങ്ങൾ? ഒന്നാമത്തെ മാറ്റം ധാർമ്മിക വിപ്ലവം.
വിപ്ലവം എന്ന് പറഞ്ഞാൽ മാറ്റം എന്നർത്ഥം കേട്ടോ. ധാർമ്മിക വിപ്ലവം. രണ്ടാമത്തെ മാറ്റം സാമൂഹ്യ വിപ്ലവം. മൂന്നാമത്തെ മാറ്റം സാമ്പത്തിക വിപ്ലവം. ഈ മൂന്ന് മാറ്റങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ രക്ഷ അനുഭവിച്ചറിയാൻ പറ്റും. മറ്റു വാക്കുകൾ പറഞ്ഞാൽ എളിമ, സ്നേഹം, ദാരിദ്ര്യം, ഇവയാണ് ഇവിടെ പ്രതിപാദിച്ചത്. എളിമ, കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ എന്നെ കണ്ട് പഠിക്കുവിൻ. മത്തായി 11:29. നിങ്ങൾ എന്നെ കണ്ട് പഠിക്കാൻ കർത്താവ് പറഞ്ഞതാണ്, ഞാൻ എളിമയുള്ളവനാണ്. സ്നേഹം കർത്താവ് പറഞ്ഞു യോഹന്നാൻ 13:35. യോഹന്നാൻ 13:35 കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് ഞാനൊരു പുതിയ കൽപ്പന തരികയാണ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കും. എങ്ങനെയാ? ഞാൻ സ്നേഹിച്ചതുപോലെ. ഞാൻ സ്നേഹിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചിലർക്കറിയാം, അതുകൊണ്ട് പറയാം കേട്ടോ. പോലെ എന്നതിന് ഈശോ ഉപയോഗിച്ച പദം കാത്തോസ് എന്ന പദമാണ്. KATHOS. കാത്തോസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് പദമാണ്. രണ്ടർത്ഥം. അത് വ്യക്തമാക്കിയാൽ മലയാളത്തിലെ അർത്ഥം പിടികിട്ടും. നമുക്ക് മലയാളത്തിൽ പിടികിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, കാത്തോസിന്റെ രണ്ടർത്ഥം: ഒന്ന് ഉറവിടം, രണ്ട് മാതൃക എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്, ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ ശക്തിയിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട്, എൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കണം എന്നാണ്. ഈ മനോഭാവം നമ്മൾ ഉൾക്കൊള്ളണം. ഈ രണ്ടർത്ഥത്തിലും എടുക്കണം. അല്ലാതെ വെറും മാതൃകയല്ല. ആർക്കും പറയാം, ഞാൻ കൈവെക്കുന്ന പോലെ നിങ്ങൾ നോക്കുക, അത് മാതൃക, അത് പോരാ. ശക്തി തന്നിട്ട് സ്നേഹിക്കാൻ പറഞ്ഞ ഒരൊറ്റ ആളേ ഉള്ളൂ, അത് നമ്മുടെ ഈശോയെ. അതുകൊണ്ട് ഈ സ്നേഹത്തിന്റെ മനുഷ്യരായി മാറും. ഇനിയും ദാരിദ്ര്യം, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യമുള്ളവരാണെന്ന് ആര് പറഞ്ഞു? ലൂക്ക 6:20 ഈശോ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എനിക്കുള്ളത് ദൈവത്തിന്റെ ദാനമാണെന്ന ബോധ്യത്തോടെ ജീവിക്കും. അതാണ് ദാരിദ്ര്യം. അല്ല, ഒന്നുമില്ലാത്തതല്ല. അയ്യോ എനിക്ക് അന്വേഷിക്കാനൊന്നുമില്ലേ എന്ന് പറയുന്നത്. ഒരു പാവപ്പെട്ടവൻ ഒരു പണക്കാരന്റെ വീടിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചെന്നാ പറയും, എന്റെ ദൈവമേ, ഒന്നുകിൽ നീ എന്നെ അവനെ പോലെ ആക്കണമേ, ഈ പണക്കാരനെ, അല്ലെങ്കിൽ മിനിമം നീ അവനെ എന്നെ പോലെ എങ്കിലും ആക്കി തരണമേ. ആമേ. എന്നർത്ഥം അവനെ നശിപ്പിക്കണം, അവന്റെ പണം എല്ലാം കളയണം, അവനെ കുത്തുവാള എടുപ്പിക്കണമെന്നേ പറഞ്ഞു. ഇത് രണ്ടും ഗൗരവമായ തെറ്റാണ്. പിന്നെന്താണ്? എനിക്ക് എന്തെങ്കിലും ഉണ്ടോ അത് ദൈവത്തിന്റെ ദാനമാണെന്ന ബോധ്യത്തോടുകൂടി ജീവിക്കുക. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ മൂന്ന് മാറ്റം നമ്മളിൽ ഉണ്ടാവും. ധാർമ്മിക വിപ്ലവം, സാമൂഹ്യ വിപ്ലവം, സാമ്പത്തിക വിപ്ലവം നമ്മൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ രക്ഷ അനുഭവിച്ചറിയാൻ പറ്റും. അതിനാണ് കർത്താവ് വന്നത്. ലൂക്ക 2:10-11 പറയുന്നുണ്ട്, സന്തോഷത്തിന്റെ സദ്വാർത്ത. എന്താണ്? രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അത് നമ്മൾ അനുഭവിച്ചറിയണം. യോഹന്നാൻ 15:11 പറഞ്ഞു, ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ സന്തോഷം പൂർത്തിയാകാനാണ്. അപ്പൊ ഈ ഒരു മനോഭാവം, ഈ രക്ഷയുടെ അനുഭവം എനിക്കുണ്ടോ എന്ന് നമ്മൾ ഇന്ന് ആത്മശോധന ചെയ്യും. ഇന്ന് നമ്മൾ പിന്നീട് അടുത്തായിട്ട് ചിന്തിക്കുന്നത്, മറിയം എളിമയിൽ ജീവിച്ചു. ലൂക്ക 1:47 അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. മറിയത്തിന്റെ ജീവിതത്തിന്റെ മുഖമുദ്ര എളിമയാണ്. എളിമയാണ് അവളുടെ ജീവിതത്തിലെ പ്രധാന ഗുണം. ക്രിസ്തുവിനെ ജീവിതശൈലിയായി എളിമ. മത്തായി 11:29. യാക്കോബ് 4:6 പറയുന്നുണ്ട്, ദൈവം അഹങ്കാരികളെ തകർക്കും, എളിമയുള്ളവർക്ക് കൃപാവരം നൽകും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, there are two almighties in this
വേൾഡ്. There are two almighties in this world. രണ്ട് സർവശക്തന്മാർ ഇവിടെ ഉണ്ടെന്ന് ലോകത്ത്. ആരൊക്കെയാ? ഒന്ന് ഓൾമൈറ്റി ഗോഡ്, ദൈവം. രണ്ട് എളിമയുള്ളയാൾ. ദൈവം സർവശക്തനാണ്, കാരണം എല്ലാത്തിനും കഴിവുണ്ട്. എളിമയുള്ളയാൾ എങ്ങനെയാ ഓൾമൈറ്റി ആകുന്നത്, സർവശക്തനാകുന്നത്? എല്ലാം സ്വീകരിക്കാൻ പറ്റും. എളിമയുള്ളവർക്ക് എല്ലാം സ്വീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാനാവുകയില്ലെന്ന് ബോധ്യം, അതാണ് എളിമ. അത് പ്രധാനപ്പെട്ടതാണ്. യോഹന്നാൻ 14:10 ഈശോ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? ഞാൻ പറയുന്ന വാക്കുകൾ എൻ്റെ വാക്കുകളല്ല, സ്വമേധയാ പറയുന്നതല്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. വെറുതെ എന്താ, പിതാവിനെ കൂടാതെ എനിക്ക് അസ്വസ്ഥമില്ലെന്നായി പറയുന്നത്. അപ്പോൾ ഒരിക്കലും മറിച്ചു ചിന്തിക്കരുത്. ഇതാണ് എളിമയെന്ന് പറയുന്നത്. ഈ എളിമ ദൈവൈക്യത്തിന്റെ വാതിലാണ്. എളിമയുണ്ടാകുമ്പം അടിമയുടെ തലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് എല്ലാം സ്വീകരിക്കാൻ പറ്റും. മനുഷ്യനെയും ദൈവത്തെയും അത് സംപ്രീതിപ്പെടുത്തുന്ന എളിമ, അത് അമ്മയിൽ നിന്ന് സ്വീകരിക്കേണ്ട വലിയൊരു ഗുണമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അടുത്തതായിട്ട് മറിയം ധ്യാനാത്മക ജീവിതം നയിച്ചു. ലൂക്കാ 2:19 ഹൃദയത്തിൽ സംഗ്രഹിച്ചു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ധ്യാനിച്ചു എന്ന ജീവിതാനുഭവങ്ങളെ വെച്ച് ധ്യാനിച്ചു. അപ്പോൾ നമ്മൾ ധ്യാനിക്കുന്നവരാകണം. ലൂക്കാ 2:51 വിഷമമുണ്ടായാൽ, ആ സമയത്ത് അമ്മയ്ക്ക് വിഷമമുണ്ടായി, അമ്മ ധ്യാനിച്ചു പ്രാർത്ഥിച്ചു എന്നാണ്. അങ്ങനെ സന്തോഷത്തിന് അനുഭവമാക്കി മാറ്റി. ഹൃദയം സ്നേഹത്തിന്റെ ഇരിപ്പിടം, ബുദ്ധി ഓർമ്മയുടെ ഇരിപ്പിടം. ഓർമ്മയിൽ വെച്ചാൽ അസ്വസ്ഥത ഉണ്ടാകും. നമ്മൾ ഏത് അനുഭവങ്ങളാണെങ്കിലും ഓർമ്മയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന അസ്വസ്ഥത. ഓ, എന്നാലും അവനോടിങ്ങനെ ചെയ്തു, എന്നാലും അവളിങ്ങനെ പറഞ്ഞില്ല. ഇതെല്ലാം നമ്മുടെ ഓർമ്മയിൽ അസ്വസ്ഥത ഉണ്ടാകും. എന്നാൽ അത് ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നാൽ അവിടെ ദൈവത്തെ നമ്മൾ കാണും. ക്ഷമിക്കാൻ എളുപ്പമായി. നമുക്ക് സ്നേഹത്തിൽ ശക്തി സംഭരിക്കുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ പരിപാലനയിൽ എല്ലാ അനുഭവങ്ങളെയും ദഹിപ്പിച്ചെടുക്കുക, അതാണ് അച്ഛൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാകും എന്നുള്ള സംശയം. അത് അമ്മ ചെയ്തതാണ്, നമ്മൾ ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ പശുവൊക്കെ പുല്ല് തിന്നുമ്പോൾ വെട്ടി വിഴുങ്ങി തിന്നും. കിട്ടിയ പുല്ലൊക്കെ വെച്ചു പിന്നീട് അവർ അയവറക്കും. അവർ പിന്നീട് ഇരുന്നുകൊണ്ട് അത് ഇങ്ങനെ കൂടുതൽ ദഹിപ്പിച്ചെടുക്കുക. ഇത് നമുക്കും ആവശ്യമാണ്. അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് എല്ലാം ദൈവരാജനെ കാണാൻ ആരെ കൊണ്ടാണ് പറ്റുന്നത്? ഒരു നമ്മുടെ കടക്കുറ്റി നോക്കി അടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ദൈവരാജനെ കാണുമോ? അല്ലേ? മനുഷ്യമായിട്ട് ചിന്തിക്കണ്ടേ? അല്ലെ, നമുക്ക് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെക്കുറിച്ച് ദുരാരോപണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ഉടനെ ഓ ദൈവമേ സ്തുതി എന്ന് പറയാൻ പറ്റുമോ? പക്ഷെ അതുമായിട്ട് തമ്പുരാന്റെ അടുത്ത് പോയി ഇരിക്കുമ്പോൾ അവിടെയൊക്കെ ഞാനുണ്ടായിരുന്നു, എൻ്റെ കരമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. അപ്പൊ ദഹിപ്പിച്ചെടുക്കുന്നതിന് ഗുണമത അത് വളരെ ആവശ്യമാണ് എന്ന് ഞാൻ പറയുകയാണ്. പ്രാർത്ഥനയിൽ ദഹിപ്പിച്ചെടുത്താൽ നമുക്ക് എളുപ്പമായി. ഒരു അച്ഛൻ്റെ അനുഭവം ഞാൻ ഇവിടെ ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു. ഈ അച്ഛനെ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തിന് ബസ്സേ കയറി കേട്ടോ. വെറും ബസ്സല്ല, എക്സ്പ്രസ് ബസ് എന്ന് പറഞ്ഞാൽ സീറ്റ് എത്ര ഉണ്ടോ അത്ര ആളുകളെ കയറ്റത്തുള്ളൂ. അപ്പം അച്ഛൻ കയറി നേരത്തെ തന്നെ സീറ്റ് പിടിച്ചിരുന്നു. ഡബിൾ ബെൽ കൊടുക്കാൻ നേരത്തെ രണ്ടെണ്ണന്മാർ, രണ്ട് ചെറുപ്പക്കാർ ഓടി വന്ന് ബസ്സിലോട്ട് കയറി. അപ്പൊ കണ്ടക്ടർ പറഞ്ഞു ഒരാൾക്കേ സീറ്റുള്ള ഒരാൾ ഇറങ്ങണമെന്ന്. ആഹാ, നിന്റെ മറ്റൊരു വണ്ടിയാണോ ചോദിച്ചു. വിമാനം കയറി. ചെറുപ്പക്കാരല്ലേ, ഓരോരുത്തർക്കുള്ള പ്രായം കയറി. കണ്ടക്ടർ ഒരു ഭാഗത്താനായിരുന്നു. ഓട്ടെ വണ്ടി വിട്ടു. കുറച്ചങ്ങോട്ട് ചെന്നപ്പോ വിമാനം നോക്കിയപ്പോ 2 സീറ്റുണ്ട്. ആഹാ, 2 സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിൽ ഒരാളിങ്ങോട്ട് എഴുന്നേറ്റ് വന്നിച്ച് ഇവന്റെ കർണക്കുറ്റം ഒറ്റ അടിയുള്ളൂ. ഇത് സർക്കാരിന്റെ വണ്ടിയാണ്, നിനക്കിവിടെ സീറ്റ് പറയാൻ അവകാശം വാങ്ങിക്കൊടുക്കണം.
അമ്മയെ തല്ലിയാൽ രണ്ടു പക്ഷം എന്ന് പറഞ്ഞ പോലെ കുറെ പേര് ഇവന്റെ കൂടെ കൂടി, കുറെ പേര് കണ്ടക്ടർ കൂടി. ബഹളം മൂത്ത് കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, പ്ലീസ് ബഹളം ഉണ്ടാക്കാതെ. എന്നാ നിങ്ങൾ എനിക്കിട്ടൊരു അടി കൊണ്ട് നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ ഇരിക്കും എല്ലാവരും ഇരുത്തി. ആ ഇയാൾക്ക് താല്പര്യം പിന്നെ നമ്മളെന്താ ആളുകളിൽ. അപ്പോഴാണ് ഡ്രൈവർ വിവരം അറിയുന്നത്. ഡ്രൈവർ വണ്ടി ഒതുക്കി. ഇത് തൊഴിലാളിയുടെ പ്രശ്നം പരിഹരിക്കാതെ വണ്ടി വിടത്തില്ല. ഉടനെ കണ്ടക്ടർ എന്ന ഡ്രൈവർ പറഞ്ഞു, എൻ്റെ സാറേ വണ്ടി വിടും, കുഴപ്പമില്ലെന്നേ. ഓ തൻ്റെ ഒരു നിർബന്ധം പറഞ്ഞു. പിന്നെ പോട്ടെ, അയാൾ വേണ്ട പറഞ്ഞു. പിന്നെ എനിക്കെന്നാ പുള്ളി വണ്ടി വിട്ടു. വണ്ടി ചങ്ങനാശ്ശേരി സ്റ്റാൻഡിൽ വന്നു. അപ്പൊ അവിടുന്ന് ഒരാള് ടിക്കറ്റുമായിട്ട് കയറി വന്നു. കാര്യം പിടി കിട്ടി കാണൂല്ലേ, ഇവര് പുറപ്പെടുന്ന അറിയാം, എവിടെ നിന്നൊക്കെ ബുക്കിംഗ് ഉണ്ടെന്ന് അറിയാം. അതിലിട്ടിരുന്ന ഒരു സീറ്റ്. ഇനി ബസ്സിൽ സീറ്റ് ഇല്ല, പക്ഷെ അയാൾക്ക് സീറ്റ് കിട്ടാൻ അർഹതയുണ്ട്. കണ്ടക്ടർ ഒന്നും ചിന്തിച്ചില്ല, നേരെ എഴുന്നേറ്റ് കണ്ടക്ടറുടെ സീറ്റിലോട്ട് ഇരുന്നോളാൻ പറഞ്ഞു. അയാള് അർഹതയുള്ളതാണ്, അയാളങ്ങ് ഇരുന്നു. എല്ലാം നോക്കി, കുമാരെല്ലാം നോക്കി, ഇവിടാ ഇവൻ അടിച്ചവനെ നോക്കുമായി, അവനും കുറ്റബോധമായി. 9 എഴുന്നേറ്റു. അവൻ എഴുന്നേറ്റ് നേരെ വന്ന് കണ്ടക്ടർ പറഞ്ഞു, സോറി സാർ എൻ്റെ സീറ്റിലോട്ട് ഇരുന്നോളാൻ പറഞ്ഞു. കണ്ടക്ടർ വേണ്ട, സാറ് തന്നെ അവിടെ ഇരുന്നോളാം. ഇയാൾ ഇങ്ങനെ കമ്പിയച്ചായിരുന്നു. ഇതെല്ലാം ഈ അച്ഛൻ കാണുന്നു. ബസ് അച്ഛൻ പതുക്കെ അച്ഛൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. അച്ഛൻ ഈ കണ്ടക്ടർ എടുത്തെന്ന് പറഞ്ഞു, സാറേ ഞാൻ കോട്ടയം മുതൽ ശ്രദ്ധിക്കുന്നു. സാർ ഇതെങ്ങനെ ഇത്ര ശാന്തതയോടെ പ്രശ്നം കൈകാര്യം? സാർ ആരാ? ഇയാൾ പറഞ്ഞു, അങ്ങോട്ടേക്കൂടെ നോക്കിയിട്ട് പറഞ്ഞു, അച്ഛനോടായിട്ട് കാര്യം പറയാം. ആ എൻ്റെ അച്ഛ, ഞാനൊരു സാധാരണ മനുഷ്യൻ. ഞാൻ എന്നും രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ബൈബിൾ എടുത്തൊന്ന് വായിക്കുന്ന സ്വഭാവം. അതുകൊള്ളാം. ഇന്ന് എൻ്റെ അച്ഛാ ഞാൻ ബൈബിൾ എടുത്തപ്പോൾ എൻ്റെ ഗതികേടാണ് എനിക്ക് കിട്ടിയത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ വാക്യം. അച്ഛനറിയാമല്ലോ അതിനകത്ത് എന്നാന്ന്. അച്ഛനറിയാമെങ്കിലും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാൻ മേല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊന്ന് പറയാം. അത് ഇത്രേ ഉള്ളൂ. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്, വലത്തു കർണത്തടിച്ചവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കും. ഈ ഭാഗമാണ് കണ്ടക്ടർ സാറിന് കിട്ടിയത്. കണ്ടക്ടർ സാർ പറഞ്ഞു, എൻ്റെ അച്ഛാ ഞാൻ അന്നേരം ഇത് വായിച്ചിട്ട് പുസ്തകം മടക്കിയിട്ട് ഞാനിങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്തു. എൻ്റെ ഈശോയെ ഇത് പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒന്ന് പ്രാവർത്തികമാക്കാൻ അവസരം കിട്ടിയിട്ടില്ലല്ലോ. ആമേൻ. എൻ്റെ അച്ഛ അടി കൊണ്ടപ്പോഴേ ഞാൻ മനസ്സിലാക്കി കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടത്. ഇനി അതിനുവേണ്ടി ഞാൻ ഇവനോട് വഴക്കുണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ട് എന്ന് ചോദിച്ചു. അച്ഛൻ ഒന്നും മിണ്ടിയില്ല. അച്ഛൻ നേരെ തിരിച്ച് സീറ്റ പോയിരുന്നു. അച്ഛൻ ഓർത്ത്, എൻ്റെ ദൈവമേ, ഞാനിത് എത്ര പ്രാവശ്യം വായിച്ചിട്ടുള്ളതാ, ഞാനിത് എത്ര പ്രാവശ്യം എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാ. എന്നാൽ എനിക്കോ എൻ്റെ മക്കൾക്കോ സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ കണ്ടക്ടർ ഇത് ജീവിച്ചല്ലോ. ഈ കണ്ടക്ടർ എങ്ങനെ എടുത്തത്? മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെ പിറകിൽ ദൈവത്തിൻ്റെ കരം കണ്ടു. ഇത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. എനിക്കും എളുപ്പമല്ല, നിങ്ങൾക്കും എളുപ്പമല്ല. പക്ഷെ ഇവിടെയാണ് ഡൈജഷൻ, പ്രാർത്ഥന. തമ്പുരാന്റെ മുമ്പിൽ അനുഭവങ്ങളുമായിട്ടിരുന്നാൽ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റും. ദൈവത്തിൻ്റെ കരം ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഇതാണ് അമ്മ ചെയ്തത്, നമ്മളും അങ്ങനെ ചെയ്യണം എന്നതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അടുത്തതായിട്ട് മറിയം തന്റെ സഹന ജീവിത ക്ലേശങ്ങളെ ക്രിസ്തുവിനോട് ചേർന്ന് സഹിച്ചു. ലൂക്കായുടെ സുവിശേഷം 2:35 ഞാനൊന്ന് വായിക്കാൻ പോകും. അവിടെ ഇങ്ങനെ കാണാം, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ തുളച്ചു കയറും. യോഹന്നാൻ 19:25 ഈശോയുടെ കുരിശിനരികെ അവന്റെ അമ്മയും നിൽക്കുന്നുണ്ടായിരുന്നു. ഈ വചനങ്ങളൊക്കെ എന്താ പറയുക?
സഹനം അമ്മയുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഈ കുരിശിനരികെ എന്ന് പറഞ്ഞാൽ ചിലർ വിചാരിക്കുന്നത് ഈ കുരിശുരൂപത്തിന് മുമ്പിൽ പോയി നിന്നെന്ന്. അല്ല, തെറ്റിദ്ധരിക്കരുത്. ഇപ്പൊ നമ്മളിപ്പോ ഈശോയുടെ കുരിശുരൂപത്തിന് മുമ്പിൽ പോയി നിൽക്കുവായി, അത് പോരാ. കുരിശിനരികെ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്രസൻസ് എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, സ്പിരിച്വൽ പ്രസൻസ് കൂടി. എന്ന് പറഞ്ഞാൽ സഹനത്തോട് ചേർന്നു നിന്നു എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. അരൂപിയിൽ കുരിശിനോട് ചേർന്ന് നിന്നു എന്നാണ്. ഫിലിപ്പിയർ 1:29 സഹനം ഒരു അനുഗ്രഹമാണെന്ന് പൗലോസ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. 1 പത്രോസ് 4:13 ക്രിസ്തുവിനെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ എന്ന് പത്രോസ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ജീവിച്ച മനുഷ്യരാണ്. പത്രോസ് നിങ്ങൾക്കറിയാം, ഈശോയുടെ മനുഷ്യശേഷം ട്രഡീഷൻ ഉള്ളതാണ്. റോമിൽ മതപീഡനം തുടങ്ങിയപ്പോൾ പേടിച്ചോടുകയാണ്. കർത്താവ് ചോദിച്ചു, കോവാദിഷ്, എങ്ങോട്ടാ പോകുന്നത്? യോ, അവിടെ സഹനമാ, പീഡകളാ. കർത്താവിന്റെ ചോദ്യത്തിന് മുമ്പിൽ പതറിയ പത്രോസ് തിരിച്ചുപോയി. നിങ്ങൾക്കറിയാം ചരിത്രം, തല കീഴായിട്ട് കുരിശുമരണം സ്വീകരിച്ചു പത്രോസ്. സഹനത്തോട് ചേർന്ന് നിന്നു. അപ്പൊ സഹനത്തോട് ചേർന്ന് നിൽക്കേണ്ടത് ഒരു ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് സഹിക്കുവാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ അത് പരിഹരിച്ചെടുക്കണം എന്ന് സ്നേഹം ഓർപ്പിക്കുകയാണ്. അത് അമ്മ ചെയ്തതാണ്, നമ്മളും ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയട്ടെ. ഇനിയും അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് മറിയ സഭയോട് ചേർന്ന് പ്രാർത്ഥിച്ചു. അപ്പസ്തോല പ്രവർത്തനം 1:14 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ വായിക്കുന്നു. അവർ ഏക മനസ്സോടെ ഈശോയുടെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരങ്ങളോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഈശോ മരിച്ചുപോയി. ശിഷ്യന്മാരാകപ്പാടെ വിഷമിച്ചു. ഇനി എന്താണ്? ലോകം അസ്തമിച്ചോ? തീർന്നോ? ഭയങ്കര വിഷമം. പക്ഷെ അവരെ എല്ലാം വിളിച്ചു കൂട്ടി അമ്മ പ്രാർത്ഥനയിൽ നയിച്ചു. പ്രാർത്ഥന അമ്മ നയിച്ചു എന്നാണ് ട്രഡീഷൻ പറയുന്നത്. അപ്പൊ അമ്മ പ്രാർത്ഥനയിൽ അവരെ നയിക്കുകയാണ്. ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സഭയോട് ചേർന്ന് പ്രാർത്ഥിച്ചു. അമ്മയുണ്ട്, ശിഷ്യന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിന്റെ നേതൃത്വം മറിയമാണ് നടത്തിയത്. ഞാനിവിടെ കൊണ്ടുവരുന്ന ചിന്ത, സഭയോടുള്ള ഒരു സോളിഡാരിറ്റി, സഭയോടുള്ള ഒരു ഐക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലർ പറയാറുണ്ട്, എനിക്ക് ഈശോയെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ സഭയെ ഭയങ്കര ഇഷ്ടമല്ല. തെറ്റായ ഒരു ചിന്തയാണ്. ഈശോയെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് സഭയെയും ഇഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം സഭ ഈശോയുടെ ശരീരമല്ലേ. സഭയിൽ കുറവുകൾ, മനുഷ്യരായ വ്യക്തികൾ കുറവുകളൊക്കെ ഉണ്ട്. ഞാനൊരു അച്ഛനെന്ന നിലയിൽ പറയുകയാണ്, എനിക്ക് ഒത്തിരി കുറവുകളുണ്ട്. ഇതിന്റെ കുറവുകളല്ല, നമ്മൾ കാണേണ്ടത്. പിന്നെയോ ഈശോയെ അവിടെ കാണുവാൻ സാധിക്കും. അപ്പം സഭാത്മകമായ ജീവിതത്തിന്റെ വലിയൊരു ഉദാഹരണമാണ് പരിശുദ്ധ അമ്മ. ക്രിസ്തീയ പ്രാർത്ഥന തന്നെ സഭയോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ സഭയോട് ചേർന്ന് യാമപ്രാർത്ഥനകൾ ചൊല്ലുന്ന പതിവ് നമ്മുടെ പരമ്പരാഗത കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് പുനഃസ്ഥാപിക്കണം. ജപമാല ചൊല്ലുന്നത് നല്ലതാണ്, ചെല്ലണം. എന്നതോടൊപ്പം സഭയുടെ പ്രാർത്ഥനയും ചൊല്ലുവാൻ നമ്മൾ താല്പര്യം എടുക്കണമെന്ന് ഓർപ്പിക്കുക. വ്യക്തിപരമായ പ്രാർത്ഥന വേണ്ടതോടൊപ്പം സഭയോട് ചേർന്നുള്ള പ്രാർത്ഥനയും ആവശ്യമാണ്. ഒറ്റപ്പെടുന്നില്ല, ഒരു ഒറ്റപ്പെടുന്ന അനുഭവമല്ല ക്രൈസ്തവ അനുഭവം എന്ന് ഓർക്കുക. സഭയോട് ചേർന്ന് നിൽക്കുക. സഭയ്ക്കാണ് അരൂപിയെ കൊടുത്തത്. അപ്പൊ സഭയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ ആത്മാവിൽ നിറയുന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയണം.
സഭയുടെ പ്രാർത്ഥനയിൽ താല്പര്യമെടുക്കണം. അതോടൊപ്പം തന്നെ സഭയോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് കഴിയണം എന്നും ഓർമ്മിപ്പിക്കുകയാണ്. ഇത് പരിശുദ്ധ അമ്മയിൽ നിന്നും നമ്മൾക്ക് സ്വീകരിക്കാവുന്ന ചില ചിന്തകളാണ് ഞാൻ ഈ ധ്യാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. നമ്മൾ ഇന്നലെ ചിന്തിച്ചത് അമ്മയുടെ പരിശുദ്ധിയെക്കുറിച്ച് ചിന്തിച്ചു. ആ പരിശുദ്ധിയിൽ നമ്മുടെ പരിശുദ്ധിക്ക് കുറവുള്ള പാപങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ ചിന്തിച്ചു. അതുള്ള മോചനത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു. ഇനിയും ഇന്ന് നമ്മൾ ചിന്തിച്ചത് പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന ചില നന്മകൾ വചനത്തിന്റെ വെളിച്ചത്തിൽ എടുക്കുകയും അവ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ഉൾക്കൊള്ളുവാൻ നമുക്ക് ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാകും. അങ്ങനെയാണ് നമ്മൾ അമ്മയുടെ മക്കളായി മാറുന്നത്. ഈ 8 നോമ്പാചരണം വെറും ഒരാചരണമായിട്ട് ഒരു ചടങ്ങായി മാറാതിരിക്കുവാൻ നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. പ്രത്യേകിച്ചും 8 നോമ്പ് ദിവസങ്ങൾ പ്രാർത്ഥനാ ദിവസങ്ങളായി മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഓൺലൈൻ റിട്രീറ്റിന് വേണ്ടി നിർദ്ദേശങ്ങൾ നൽകിയ വലിയ ബഹുമാന്റെ വികാരിച്ചനോടും മറ്റു വൈദികരോടും സഹോദരങ്ങളോടും ഇതിനായി സഹകരിച്ച എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. നമുക്ക് അല്പനേരം കർത്താവിന് തിരുമുമ്പാകെ പ്രാർത്ഥനാ നിരതരാവാം. കർത്താവിൻ്റെ സാന്നിധ്യം തൊട്ടറിഞ്ഞുകൊണ്ട്, ദിവികാരൻ്റെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട്, ഈശോയുടെ മുൻപിലാണ് ഞാനെന്ന ബോധ്യത്തോടെ, എൻ്റെ ഹൃദയം എൻ്റെ ജീവിതം അറിയുന്ന തമ്പുരാനൻ്റെ മുമ്പിലുണ്ടെന്ന ബോധ്യത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏകാഗ്രത പാലിക്കുവാൻ വേണ്ടി കണ്ണുകൾ അടയ്ക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കണ്ണുകൾ അടച്ചുകൊണ്ട് ഹൃദയത്തിലായിരിക്കുന്ന തമ്പുരാനോട് ആ കർത്താവ് എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളെന്ന നിലയിൽ എൻ്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താം. മകനെ, മകളെ, നിന്റെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുന്ന ഒരനുഭവമായി രക്ഷ നിനക്ക് തീർന്നിട്ടുണ്ട്. രക്ഷ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണെന്ന ബോധ്യം നിനക്കുണ്ട്. എൻ്റെ ഹൃദയത്തിൽ അഹങ്കാരം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അതേതെല്ലാം വിധത്തിലാണ് ഇതിൽ പ്രത്യക്ഷപ്പെടുന്നത്? അതൊക്കെ കളയാൻ ഹൃദയത്തിൽ ഈശോയുടെ കൃപയാചിക്കും. എൻ്റെ മനുഷ്യബന്ധങ്ങളെല്ലാം നിഷ്കളങ്കമായ സ്നേഹത്തോടെയാണോ ഞാൻ നിർണയിക്കുക? അതോ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിൽ ടാക്ടിക്സ്, നയങ്ങൾ ഉപയോഗിച്ചാണോ ഞാൻ ഇടപെടുക? അതോ എൻ്റെ ഹൃദയത്തിലെ സ്നേഹമാണോ അവ നയിക്കുന്നത്? ദാരിദ്ര്യ ചൈതന്യം എനിക്കുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും അത് ദൈവം തന്നതാണെന്ന് ബോധ്യം എനിക്കുണ്ട്. അത് പങ്കുവയ്ക്കാനുള്ള മനോഭാവം എനിക്കുണ്ട്. ദൈവത്തിൻ്റെ ആനന്ദം ഞാൻ അനുഭവിക്കുന്നു. എളിമയോടെ ജീവിക്കുവാൻ ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ടോ? വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ ജീവിതാനുഭവങ്ങളെ ദഹിപ്പിച്ചെടുക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? എല്ലാ അനുഭവങ്ങളുടെയും പുറകിൽ തമ്പുരാന്റെ കരം ഞാൻ കാണുന്നുണ്ടോ? ദഹിക്കാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കിടപ്പുണ്ട്. സന്തോഷത്തിലും സങ്കടത്തിലും എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? സഹനം ഒരനുഗ്രഹമായി കാണുവാൻ, ക്രിസ്തുവിനോട് ചേർന്ന് സ്വീകരിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ട്. സഭയോടുകൂടി പ്രാർത്ഥിക്കുന്നതിനും സഭാത്മകമായ ആധ്യാത്മികതയിൽ ജീവിക്കുന്നതിനും
ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ടോ? എൻ്റെ സഭയിൽ ഞാൻ അഭിമാനമുള്ളവനാണോ, അഭിമാനമുള്ളവളാണോ? ഇനിയും ഞാൻ എൻ്റെ മാതാവിൻ്റെ മകളെന്ന നിലയിൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാൻ തയ്യാറാണ്. നല്ലവനും സ്നേഹനിധിയുമായ പൊന്നു തമ്പുരാനെ, അങ്ങയുടെ തിരുമുമ്പാകെ കടന്നു വരുവാൻ ഈ ദിവസങ്ങളിൽ, ഈ 2 ദിവസങ്ങളായി ധ്യാനങ്ങളിലൂടെ കടന്നു പോകുവാൻ ഞങ്ങൾക്ക് അവസരം ഒരുക്കിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദിവ്യനാഥ, അങ്ങയുടെ കൃപാകടാക്ഷം ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളെ എല്ലാം അനുഗ്രഹിക്കണമേ. കുറവുകളേറെയുള്ളവരാണ് ഞങ്ങൾ. ആ കുറവുകളെ പരിഹരിച്ചുകൊണ്ട് നിറവുകളാക്കി മാറ്റുവാൻ കർത്താവെ കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ. എല്ലാ കുടുംബങ്ങളെയും ഒന്ന് ആശീർവദിക്കണമേ. അങ്ങയുടെ അമൂല്യമായ തിരുരക്തത്താൽ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് കോട്ടകെട്ടി സംരക്ഷിക്കണമേ. ആ തിരുരക്തം ഞങ്ങൾ ഓരോരുത്തരിലേക്കും അങ്ങ് വാക്സിനേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങളെ എല്ലാ രോഗത്തിൽ നിന്നും മഹാമാരിയിൽ നിന്നും പരീക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആ ദൈവത്തിന്റെ കൃപ ധാരാളമായി നമ്മുടെ എല്ലാ കുടുംബങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങളോ അസ്വസ്ഥതകളോ ഉള്ളവര് ഈ നിമിഷം കർത്താവിന്റെ കൃപയിലേക്ക് തലചായ്ച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന ബോധ്യത്തോടെ കർത്താവേ, ഞങ്ങളെ തൊടണമേ. ഞങ്ങളുടെ രോഗങ്ങളും അസ്വസ്ഥതകളും മാറ്റിക്കളയണമേ. ഞങ്ങളുടെ രോഗപീഠകളെ മാറ്റണമേ. ഞങ്ങളുടെ ഭക്ഷണ ദാരിദ്ര്യം മാറ്റണമേ. ഞങ്ങളുടെ സാമ്പത്തിക കുറവുകളെ പരിഹരിക്കണമേ. കർത്താവിനോട് നമുക്ക് എളിമയോടെ പ്രാർത്ഥിക്കാം. കർത്താവെ, കടന്നു വന്ന് ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഈ നിമിഷം അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. എല്ലാ അസ്വസ്ഥതകളും നീക്കിക്കളയണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. കോട്ടയായി സംരക്ഷിക്കണമേ. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും നിഷ്കാസനം ചെയ്യപ്പെടട്ടെ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ നാഥയായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും അങ്ങ് ആയിരിക്കണമേ. അമ്മയുടെ മക്കളായി ജീവിക്കുവാൻ ഞാൻ കൃപ തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും സകല വിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ കൃപയിൽ ജീവിതം നയിച്ചുകൊണ്ട്, പുതിയ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയാൽ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹീതമാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. തുടർന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് ഒരു ഗാനം ആലപിക്കാം. ദൈവം ചെയ്ത എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഗാനം ആലപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിനു സ്തോത്രം പാടിടുവിൻ, അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളവൻ. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നവനേ, ഏകമായി വണങ്ങി പാടിടാമെന്നും. പരിപാലകനല്ലോ, സർവശക്തനല്ലയോ, നിത്യസ്നേഹമല്ലയോ, സ്തുതി എന്നും അവനെ. താനുന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നും പ്രബോധമുണ്ടല്ലോ. ജ്ഞാനത്താൽ ആകാശത്തെ വാർത്തെടുത്തവൻ, ഭൂതലത്തെ വെള്ളത്തിന്മേൽ ഉറപ്പിച്ചവൻ. ദീപ്തി നൽകും സൂര്യചന്ദ്രതാരവൃന്ദത്തെ മോടിയായി വാനിടത്തിൽ സ്ഥാപിച്ചവൻ. പരിപാലകനല്ലോ, സർവശക്തനല്ലയോ, നിത്യസ്നേഹമല്ലയോ,